Good morning. Good morning, Good miss. morning, ma'am. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് എടുത്തെത്തിയത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പെർഫോമൻസ് അപ്രൈസൽ എടുക്കണം. പെർഫോമൻസ് അപ്രൈസലോ അത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തില്ലേ? സ്റ്റാർട്ട് ചെയ്തില്ലേ പെർഫോമൻസ് അപ്രൈസല്? എടുത്തില്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഉണ്ടായിരുന്നവരൊന്ന് പറഞ്ഞേ. മോട്ടിവേഷൻ ഒക്കെ എടുത്തില്ലേ നമ്മള്? പലതരത്തിലുള്ള മോട്ടിവേഷൻസ് എടുത്തോ? മോട്ടിവേഷൻ എടുത്തു. ഓക്കെ, എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? അതില് ജോബ് ജോബ് റൊട്ടേഷൻ വരെ എടുത്തത്. ജോബ് റൊട്ടേഷൻ വരെ എടുത്തോ? ആ ഓക്കെ ഓക്കെ, മറ്റു ക്ലാസ്സുകൾ കിട്ടാത്തവരുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഒന്ന് പോയി കാണാം കേട്ടോ. ജോബ് എൻറിച്ച്മെന്റ് വരെ എടുത്തു. ഓക്കെ, ഇനി റീഎൻഫോഴ്സ്മെന്റ് തുടങ്ങിയാണ് അല്ലെ? ഓക്കെ ഓക്കെ, ശരി. നമ്മള് കുറച്ച് അധികം എക്സാമ്പിളുകൾ അല്ലെങ്കിൽ കുറച്ചധികം മോട്ടിവേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻസ് ആണുള്ളത്. ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് അല്ലെ? ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള അല്ലെ, പണവുമായി ബന്ധപ്പെട്ട, അതിപ്പോ വേജസുമായി ബന്ധപ്പെട്ട്, വേതനവുമായി ബന്ധപ്പെട്ടാവാം, അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട ബോണസുകള്, പ്രോഫിറ്റ് ഷെയറിങ്ങുകള്, ലീവ് പേ അല്ലെ, നമ്മൾ എന്താണ് അവധി എടുത്താൽ നമുക്ക് എന്താണ് ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകുന്നത്. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, നമ്മൾ മെഡിക്കൽ പരമായിട്ട് എന്തെങ്കിലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് നമ്മുടെ ഡോക്ടറെ അടുത്ത് പോയിരുന്നോ കുറച്ച് പൈസകളൊക്കെ നമുക്ക് ചിലവാകും അല്ലെ? അത് നമ്മുടെ കമ്പനി നമ്മൾ അത് വഹിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാമ്പത്തികപരമായ രീതിയിലുള്ള ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്. അല്ലാതെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്. അതിന് എക്സാമ്പിളുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. അവരുടെ പ്രൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പ്രശംസിക്കുക അല്ലെ? അവരുടെ പ്രസ്റ്റീജിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രശസ്തിക്കനുസരിച്ച് ഇത് പെർഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ വിലയിരുത്തി അവരെ നല്ല രീതിയിൽ പ്രശംസിക്കുക. രണ്ടാമത് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡില് പറഞ്ഞത് എന്താ? അവരുടെ സ്റ്റാറ്റസും അതുപോലെ അവരുടെ പ്രൈഡ്, അഭിമാനവും ഒക്കെ കാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ആ പറയുന്ന കാര്യങ്ങള് സൂക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് നിലനിർത്തുന്ന രീതിയിൽ അവരതിനനുസരിച്ചുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഫർണിച്ചറുകൾ കൊടുക്കുന്നു. ആ ഫ്ലോർ ഒക്കെ നല്ല രീതിയിൽ കാർപ്പറ്റുകൾ ഇട്ട് നിരത്തുന്നു. വാൾസ് ഒക്കെ നല്ല ഭിത്തിയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് വെക്കുന്നു. അതുപോലെ ഏറ്റവും ഹെഡായിട്ടിരിക്കുന്ന ആളുകൾക്ക് പേഴ്സണൽ അസിസ്റ്റൻസിലേക്ക് കൊടുക്കുന്നത് വഴി ആ വ്യക്തികൾക്ക് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൂട്ടി നൽകുന്നത് വഴി അവർക്ക് ആ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു പദവി ഒന്നുകൂടി മുന്നോട്ട് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു മോട്ടിവേഷൻ കൂടിയാണ്. രണ്ടാമത് പറഞ്ഞത് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനിൽ നമ്മൾ എന്താ പറഞ്ഞേ? ആ ഓരോ വ്യക്തികളുടെയും ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ സ്വയം അവർക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് എന്താണ് ഒരു ചാൻസ് ടു വിൻ, ഏതെങ്കിലും ഓരോ അവസരങ്ങൾ അവർക്ക് കിട്ടുകയാണ്. അവർക്ക് എന്താണ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അവസരങ്ങൾ അവരുടെ മുൻപിലുണ്ടെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല അല്ലെ? ഓരോരുത്തർക്കും അവരുടേതായ അവസരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുന്നതിലൂടെ അവർക്ക് ഓരോരോ ഘട്ടങ്ങൾ വിജയിച്ച് അവർക്ക് മുന്നോട്ട് വരാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാല് കുറച്ചധികം ചുമതലകള് ഇവർക്ക് എന്ത് ചെയ്യുന്നു? ഡെലിഗേറ്റ് ചെയ്ത് നൽകുന്നത്. അവർക്ക് ആ ഒരു ഭാരം അവരിലേക്ക് നൽകുന്നു. കുറച്ചധികം എന്താണ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങള് അവർക്ക് ചുമലിലേക്ക് വെച്ചു കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവര് എനിക്കിത് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ചുമതലകൾ എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മാക്സിമം
മാക്സിമം എടുത്ത് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ ശ്രമിക്കണം എന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പങ്കാളിത്തമാണ് അല്ലെ. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവരെ കൂടി അവിടെയുള്ള എംപ്ലോയീസിനെ കൂടി എന്ത് ചെയ്യണം, പങ്കാളികളാക്കുക. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് സ്ഥാപനം ഞങ്ങളെ കൂടി പങ്കാളികളാക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും അധികം വാല്യൂ തരുന്നത് കൊണ്ടല്ലേ ഞങ്ങളെ പങ്കാളികളാക്കുന്നത് അല്ലെ, ഒരു തീരുമാനം എടുക്കാനായിട്ട് ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തുന്നില്ലേ, അപ്പൊ അതിനനുസരിച്ച് റെസ്പോൺസിബിലിറ്റിയോടുകൂടി ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആണ് പാർട്ടിസിപ്പേഷനിൽ കൊടുക്കുന്നത്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട്, അതായത് ആ സെയിം ഓർഗനൈസേഷൻ ലെവൽ തന്നെയായിരിക്കും അവർ വർക്ക് ചെയ്യുക. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉയരത്തിലേക്ക് പ്രൊമോഷൻസോ കാര്യങ്ങളോ മറ്റു ജോലിയിലേക്കൊന്നും കൊണ്ടുപോകല്ല ചെയ്യുന്നത്, മറിച്ച് ആ ജോലി തന്നെ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് കൊടുക്കുന്നു. അവരുടെ ആവശ്യപ്രകാരം ഞാൻ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു, അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും അവരതിൽ ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ ഇച്ചിരി കൂടി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ജോലികൾ കൊടുക്കുകയും കുറച്ചു നാളും കൂടി അവരെ ആ ഒരു ജോലിയിൽ എത്തിയിരുന്നു തുടരുന്നാൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ജോബ് എൻലാർജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് കുറച്ചുകൂടി കോമ്പറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. ഇനി ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ജോബ് റൊട്ടേഷൻ? അവിടെ ഷിഫ്റ്റ് ചെയ്യാണ് അല്ലെ, ഓരോ എംപ്ലോയീസിനെയും അവരുടെ ജോലി ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്? റെഡ്യൂസ് മോണോട്ടണി ആൻഡ് ബോർഡർ എന്ന് വെച്ചാൽ എന്താണ് എന്തിനു വേണ്ടിയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ജോബ് റൊട്ടേഷൻ. എന്തൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ്? ഏകാന്തത അല്ലെ, അതുപോലെ തന്നെ വിരസത. ഒരേ ജോലി തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ബോറടി വരും അല്ലെ. അപ്പൊ അവിടെ അങ്ങനെയുള്ള എംപ്ലോയീസിന് അവരുടെ ബോറടി അല്ലെങ്കിൽ ഏകാന്തത അല്ലെങ്കിൽ വിരസത അല്ലെങ്കിൽ അവർക്ക് എന്താണ് താല്പര്യമില്ലായ്മ, അതൊക്കെ അവരിൽ നിന്ന് മാറ്റാനായിട്ട് അവരെ എന്ത് ചെയ്യുന്നു, ഓരോ ജോലിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ജോലികളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. അടുത്ത് വേറൊരു ജോലി അവർക്ക് കൊടുക്കും, അവർ ഈ പ്ലേസിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജോബ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ജോലികളിലും ഇവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഓരോ ജോലികൾ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിലും അവർക്ക് നല്ല രീതിയിലുള്ള നോളജും സ്കില്ലും ഉണ്ടായിരിക്കും. അതാണ് ജോബ് റൊട്ടേഷന്റെ മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ജോബ് എൻറിച്ച്മെന്റ് ആണ്. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചിങ് അല്ലെങ്കിൽ ഇംപ്രൂവിങ് എ ജോബാണ്. ഒരു ജോബ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതായത് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പൊസിഷനിലേക്ക് അവരെ മാറ്റുന്നു അല്ലെ. നമ്മുടെ പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ അവരെ നമ്മൾ നല്ലൊരു എന്താണ് ഒരു കുറച്ചും കൂടി നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു ജോലിയിലേക്ക് അവരെ മാറ്റുന്നു. അതിലൂടെ അവർ വളരെയധികം ഇൻസ്പയർഡ് ആവുകയാണ് അല്ലെ. വളരെയധികം ഇൻസ്പയർഡ് ആവുന്നു. അതിലൂടെ എന്താണ് നമുക്കൊരു ജോലി നല്ല പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഒരാൾ തന്നു കഴിഞ്ഞാല് നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവില്ലേ, ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയല്ലോ, അപ്പൊ ഇനി കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ കുറച്ചും കൂടി റോൾസും കാര്യങ്ങളും ഒക്കെ ഇവർ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഉണ്ടായതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും അധികാരവും ഇവരിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇവര് പെർഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ് അവർക്ക് ഇതിലൂടെ നൽകുന്നത്. ഏതൊരു ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അവർക്ക് നല്ലൊരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം, നല്ലൊരു പ്രൊമോഷൻ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു അംഗീകാരം കിട്ടുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് അതിലൂടെ പല നല്ല കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വളർച്ചയൊക്കെ മെച്ചപ്പെടുത്താനായിട്ടും ഈ ഒരു ജോബ് എൻറിച്ച്മെന്റ് വഴി സാധിക്കുന്നുണ്ട്. ഇനി ഒരു ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രധാന ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ് നോട്ട് ജസ്റ്റ് ടു മേക്ക് ദ വർക്ക് മോർ വേരിയഡ്. പല പല വർക്കുകൾ നമ്മൾ ചെയ്ത് നമ്മൾക്ക് പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ് ഈ ജോബ് എൻറിച്ച്മെന്റിലൂടെ ഒരു സാധാരണ ഒരു ട്രെയിനിങ് പൊസിഷനിൽ കയറിയ ഒരു വ്യക്തിക്ക് വരെയും എന്താവാൻ പറ്റും, ലാസ്റ്റ് ഘട്ടമാകുമ്പോൾ ഒരു മാനേജർ പൊസിഷനിലേക്ക് വരെയും
ഈ ഒരു ജോബ് എൻറിച്ച്മെന്റ് വഴി എത്താൻ സാധിക്കും. മനസ്സിലായോ? ഒരു ട്രെയിനി ആയിട്ട് കയറിയ ഒരു വ്യക്തി ആയിരിക്കാം, അവര് കൊടുക്കുന്ന ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ എംപ്ലോയർക്ക് അവരെ ഇഷ്ടപ്പെടാണ് അല്ലെ. അപ്പൊ എംപ്ലോയർ എന്ത് ചെയ്യുന്നു, അവരെ കുറച്ചും കൂടി നന്നായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു ജോബ് എൻറിച്ച്മെന്റ് ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. ഒരു പ്രൊമോഷൻ കൊടുത്ത് അവരെ കുറച്ചും കൂടി സീനിയർ ആക്കി മാറ്റി. അപ്പൊ അവർ കുറച്ചും കൂടി അവർ നന്നായിട്ട് അവരുടേതായ കഴിവുകൾ എടുത്ത് പിന്നെയും നന്നായി വർക്ക് ചെയ്താൽ അടുത്ത ലെവലിലേക്ക് അവരെ കൊണ്ടുപോകും അല്ലെ. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പല ലെവലുകളിലെത്തി അവർക്ക് അവസാനം അവിടുത്തെ മാനേജർ പൊസിഷനിലേക്ക് വരാൻ വരെയും ചാൻസ് ഈ ഒരു ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന മോട്ടിവേഷനിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് നോക്കിയേ. എ പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഈസ് റീഇൻഫോഴ്സ്മെന്റ്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ടൂൾ ഏതാണ്? ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, നോക്കാം. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്താണ് ലിങ്ക് ചെയ്ത് വെച്ചേ. എ പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഈസ് റീഇൻഫോഴ്സ്മെന്റ്. ഒരു പവർഫുൾ ആയിട്ടുള്ള ശക്തിയുള്ള ഒരു മോട്ടിവേഷൻ ടൂൾ ആണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 പ്രിൻസിപ്പിൾ. ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 2 തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും എയും ബിയും നിങ്ങൾ നോക്കാം കേട്ടോ. സി ജനറൽ ആയിട്ട് പറയുന്നതാണ്, ഒരു പ്രിൻസിപ്പിൾ അല്ല കേട്ടോ. അപ്പൊ എയും ബിയും ഒന്ന് ടിക്ക് ചെയ്തിട്ടേക്കാം കേട്ടോ. 2 ഏത് 2 പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് റീഇൻഫോഴ്സ്മെന്റ് നടക്കുന്നത് എന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് വണ്ണാണ് ദാറ്റ് ബിഹേവിയർ വിച്ച് സീംസ് ടു ലീഡ് എ പോസിറ്റീവ് കോൺസിക്വൻസസ് ഓർ റിവാർഡ്സ് tend to be repeated. ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മൾ അവരെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രശംസിക്കുക, അവർക്ക് എന്തെങ്കിലും റിവാർഡുകൾ കൊടുക്കുക. ഇപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്. അപ്പൊ അവർക്കൊരു ഇപ്പൊ നമ്മള് കണ്ടിട്ടില്ലേ നിങ്ങള് ഓരോ സ്ഥാപനങ്ങളില് ഒരു എന്താണ് മാൻ ഓഫ് ദി ഇയർ അല്ലെങ്കിൽ ആ ഒരു മാസത്തെ ഏറ്റവും മികച്ച പെർഫോമർ ആരാണ് എന്നൊക്കെ രീതിയിൽ കണ്ടെത്തി അവർക്ക് അവാർഡുകള് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള റിവാർഡുകൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഫിലിംസിലാണെങ്കിലും കണ്ടു കാണില്ലേ ഇല്ലേ? അതുപോലെ അവർക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ നല്ല രീതിയിലുള്ള റീഇൻഫോഴ്സ്മെന്റ്, അതായത് അവരെ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഒരു വ്യക്തിക്ക് അത് കിട്ടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ വിചാരിക്കുന്നില്ല അടുത്ത പ്രാവശ്യം എനിക്കായിരിക്കണം ഇത് കിട്ടേണ്ടത് അല്ലെ. അങ്ങനെ ഒരു വിചാരം നമുക്കാണെങ്കിലും ഉണ്ടാവില്ലേ? ആ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. നല്ലത് കാണുന്നു, നന്നായി പ്രശംസിക്കുന്നു, നല്ല രീതിയിലുള്ള റിവാർഡുകള് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അവാർഡ് മുതലായിട്ടുള്ള കാര്യങ്ങള്, നല്ല പെർഫോമൻസ് ആരാണോ കാഴ്ചവെച്ചത് അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രൈസുകൾ, അങ്ങനെയുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ കൊടുക്കുമ്പോ അതിലൂടെ നല്ലൊരു മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഓൾറെഡി ഇതിനുള്ള അവാർഡുകളോ അല്ലെങ്കിൽ റിവാർഡുകളോ അങ്ങനെയുള്ള പ്രശംസിച്ച് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവർ നല്ല രീതിയിൽ പ്രശംസിക്കുന്നു, നല്ല രീതിയിൽ നല്ലതായിട്ട് അവരെ അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നല്ലൊരു കോൺസിക്വൻസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പരിണിത ഫലമാണ് നമുക്ക് തരുന്നതെങ്കിൽ ആ ഒരു പ്രവൃത്തി എന്ത് ചെയ്യാം, തുടരാം അല്ലെ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു അവാർഡ് ഫംഗ്ഷൻ, ഒരു അവാർഡ് നടക്കുന്നു എന്ന് വിചാരിക്കും. അതായത് ഓരോ മാസവും നന്നായി പെർഫോം ചെയ്യുന്ന, അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കുക. നന്നായി പെർഫോം ചെയ്യുന്ന, ഓരോ മാസവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു അവാർഡ് കൊടുക്കുകയാണ്. അവർക്കൊരു സമ്മാനം നമ്മൾ ആ ഒരു കമ്പനി കൊടുക്കുകയാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായിരിക്കും, ഇയാള് തന്നെ പിന്നെയും പരിശ്രമിക്കും, എനിക്ക് തന്നെ കിട്ടണമെന്ന് ഇയാള് പരിശ്രമിക്കില്ലേ ഇല്ലേ? അതുപോലെ അവരുടെ കൂടെ ഉള്ളവരും പരിശ്രമിക്കും, അടുത്ത പ്രാവശ്യം എനിക്ക് കിട്ടണം എന്ന രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ അതൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു ഫലമല്ലേ നമുക്ക് ആ ഒരു അവാർഡ് കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്നത് അല്ലെ. നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അല്ലേ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രവൃത്തി തുടരാം. മനസ്സിലായോ? ആ കമ്പനിക്ക് ആ അവാർഡ് കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യാം. അതാണ് ദാറ്റ് ബിഹേവിയർ വിച്ച് സീംസ് ടു ലീഡ് ടു എ പോസിറ്റീവ് കോൺസിക്വൻസ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു പരിണിത ഫലമാണ് നമുക്ക് ഈ ഒരു ബിഹേവിയറിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റിവാർഡ് കൊടുക്കുന്നതിലൂടെ കിട്ടുന്നതെങ്കിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം,
ചെയ്യാം. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ നമ്മളത് മാറ്റേണ്ട കാര്യമില്ല അല്ലെ, അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ രണ്ടാമത്തെ പറയുന്നത് behavior that seems to lead to a negative consequences. ഇത് ചെയ്യുന്ന സമയത്ത് അത് ആളുകളിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അല്ല ഉണ്ടാക്കുന്നത്, ഒരു നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പരിണത ഫലമാണോ ഉണ്ടാക്കുന്നതെങ്കിൽ അത് അപ്പൊ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ടു ബി റിപ്പീറ്റഡ്. നമുക്ക് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. മനസ്സിലായോ? ഒരു റിവാർഡ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പ്രശംസിക്കുമ്പോ അതിലൂടെ കേട്ട് മറ്റുള്ളവർ ഇൻസ്പയർ ആവുന്ന രീതിയിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഇതാണ് നമ്മൾ റിവാർഡാണ് നമ്മൾ കൊടുക്കുന്നത്, റീഇൻഫോഴ്സ്മെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനൊരു പോസിറ്റീവ് റിസൾട്ട് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്, ആളുകൾ രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് വന്നാൽ നമ്മൾ പിന്നെ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു റിവാർഡ് അവിടെ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യരുത്, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. മനസ്സിലായോ? എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ആ രണ്ടെണ്ണം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. രണ്ട് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പഠിക്കുന്നത് കേട്ടോ. മൂന്നാമത് ജനറൽ ആയിട്ട് പറയുന്നതാണ് therefore it is possible to influence people's behavior only by providing the properly scheduled rewards. എപ്പോഴും നമ്മുടെ ആളുകളുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്വാധീനിക്കുന്നെങ്കിൽ എങ്ങനെയുള്ള റിവാർഡുകളായിരിക്കണം? ബൈ പ്രൊവൈഡിങ് ദ പ്രോപ്പർലി ഷെഡ്യൂൾഡ് റിവാർഡ്സ്. ശരിയായ രീതിയിൽ ഷെഡ്യൂൾ റിവാർഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റിവാർഡ് ആയിരിക്കണം കൊടുക്കേണ്ടത് അല്ലെ. ഒരിക്കലും എന്താണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലാവണമെങ്കിൽ അവരെ അതിനനുസരിച്ച് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെ, അവർക്ക് പിന്നീട് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ അങ്ങനെ ഓരോരുത്തരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കണമെങ്കിൽ, റിവാർഡ് അവരെ സ്വാധീനിക്കണമെങ്കിൽ അതിനനുസരിച്ച് ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള റിവാർഡുകളായിരിക്കണം കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ അങ്ങോട്ട് എന്ത് ചെയ്യണം? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇപ്പൊ ഒരാളോട് പറയാണ് ഇന്ന രീതിയിലുള്ള ഒരു ആളല്ല, എന്താണ് നല്ല രീതിയിലല്ല, നിങ്ങൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ തമ്മിൽ ചിലപ്പോൾ കമ്പയർ ചെയ്യും അല്ലെ. ചിലവര് എങ്ങനെയല്ലേ, ചില ഓഫീസുകളിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഇയാളെ കണ്ടുപഠിക്കൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടോ? നമുക്ക് ഇഷ്ടപ്പെടോ? ഒരാളെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടോ? അത് നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് വിലയിരുത്താണെങ്കിൽ ഓക്കെ. അതേസമയം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അല്ലെ. അങ്ങനെയുള്ളതാവുമ്പോ എത്ര റിവാർഡ് തന്നാലും പിന്നെ നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ് ആവോ? നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ എത്ര റിവാർഡ് തന്നാലും നമ്മൾ പറയും എന്തിനാ നമ്മൾ ഇത് ചെയ്യുന്നത്? കാരണം നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കൊന്നും കൂടുതൽ നമ്മളോടൊന്നും പറയാനില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള റിവാർഡ്സിൽ ഒരാളും സ്വാധീനിക്കാറില്ല. അതേസമയം നല്ല രീതിയിൽ അവരെ സ്വാധീനിക്കുന്ന രീതിയിൽ അവരെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള റിവാർഡുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വേണം നമ്മൾ അവരിലേക്ക് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ അവിടെ നമുക്ക് ഓരോ വ്യക്തികളെയും സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? റീഇൻഫോഴ്സ്മെന്റ് എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റി ഓഫ് വർക്ക്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഓക്കെ, ഇത് സിമ്പിൾ ആണ് കേട്ടോ. ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺസ്. ഓരോരുത്തരുടെയും വർക്ക് ലൈഫ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ. എല്ലാവരുടെയും ജോലിയുടെ തരവും സമയവും ഒക്കെ വ്യത്യസ്തമല്ലേ അല്ലെ. ഒരിക്കലും ഒരേപോലെയല്ല അല്ലെ. നമ്മൾ ഓരോ ജോലിക്കും അതിൻ്റെതായ വ്യത്യസ്ത സമയങ്ങളുണ്ട്, വ്യത്യസ്ത രീതികളുണ്ട് അല്ലെ. It may mean opportunity for advancement, creative tasks and a successful career to a young entrants. എന്താണ്? ഒരു പുതിയതായിട്ട് ഒരു ജോലിയിൽ കയറുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു ജോലിയും അവർക്ക് ഒരു അവസരമാണ് അല്ലെ. അവർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു സക്സസ്ഫുൾ ആയി കരിയറിൽ നല്ലൊരു വിജയം കണ്ടെത്താനായിട്ടുള്ളൊരു അവസരമല്ലേ ഒരു പുതിയതായിട്ടൊരു ജോലിക്ക് കയറുന്ന ആൾക്ക് കിട്ടുന്നത് അല്ലെ. എപ്പോഴും നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു അവസരം കൂടിയാണത് അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ജോലികൾ നമ്മൾ പഠിക്കുന്നു. നമ്മൾ ആ ഒരു കരിയറിലേക്ക് വിജയത്തിന് വേണ്ടി നമ്മൾ പല രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ പുരോഗതികൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് യങ് എൻട്രൻസ് അല്ലെങ്കിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവ പ്രവേശകർക്കുള്ളത്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്, ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫില് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് കൊടുക്കുക. ചില ഷിഫ്റ്റ് ജോലികളൊക്കെ കണ്ടിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ഹോസ്പിറ്റലുകളിലും ഷിഫ്റ്റ് ജോലികളുണ്ട്, IT മേഖലകളിലും ഷിഫ്റ്റ് ജോലികളുണ്ട് അല്ലെ, കേട്ടിട്ടില്ലേ? അതൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് കേട്ടിട്ടുണ്ടോ? ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു വീട്ടമ്മയാണോ എന്ന് പറഞ്ഞിട്ട് കാണാറില്ലേ? നിനക്ക് ഫ്രീ ടൈമിൽ നിനക്ക് എത്ര സമയം വേണമെങ്കിലും ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചിലവരെ വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ, അവർ ഇൻകം ഏൺ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്ന് പറയുമ്പോ ഇപ്പൊ ഒത്തിരി പേര് നമുക്ക് നല്ല വിദ്യാഭ്യാസമുള്ളവരും നന്നായി എന്താണ് എല്ലാത്തിലും നല്ല മികച്ച രീതിയിൽ നിന്നവരായിരിക്കാം. അപ്പൊ പല പല കാരണങ്ങളാൽ നമുക്ക് ചിലപ്പോ പുറത്തിറങ്ങി ജോലിക്ക് പോകാൻ സാധിക്കാത്തവരുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതല്ലേ അല്ലെ? നമുക്ക് ഇൻകം സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാക്കാൻ ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റികളാണ് ഇതൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുക. പ്രധാനമായിട്ടും ലേഡീസിനൊക്കെ തന്നെയാണ് അല്ലെ. അവർക്ക് നമുക്ക് വീട്ടിൽ നിന്ന് പോകാൻ നമ്മളുടെ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെ, അതെ, പാർട്ട് ടൈം ജോലികൾ, വർക്ക് ഫ്രം ഹോം ജോബ്, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫ്രീ ടൈമിൽ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആണോ? ആ ജോലി ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ ആണോ? അങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് ഓഫർ ചെയ്യാണ്, ഒരു കമ്പനി ഓഫർ ചെയ്യാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് ഇത്ര സമയം തരും, ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് എനിക്ക് ഇത്ര ഇൻകം തരാം എന്ന് പറഞ്ഞാല് നിങ്ങൾ അത് സ്വീകരിക്കുമോ ഇല്ലയോ? സ്വീകരിക്കോ? ആ ഒരു ജോലി ചെയ്യാനായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആണോ? ആ ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണോ? എന്താണ്? ഭൂരിഭാഗം പേരും ലേഡീസ് ആണ്. റിപ്ലൈ ചെയ്തേ. അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾ ചെയ്യോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ആർക്കും വേണ്ട അങ്ങനത്തെ ഒരു ജോലി, അതുകൊണ്ടാണോ? ചെയ്യും. ഓക്കെ. എല്ലാവരും ചെയ്യാൻ റെഡിയാണ് അല്ലെ? അതാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഇൻ ദി സിസ്റ്റം ദ എംപ്ലോയീസ് ആർ ഫ്രീ ടു ചൂസ് അല്ലെ. അവർക്ക് അവരുടെ ആ ഒരു വർക്കിംഗ് സമയം അവർക്ക് തന്നെ ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുന്നു അല്ലെ. വിത്തിൻ സർട്ടൻ ലിമിറ്റേഷൻ, ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലെ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യാം എന്നുള്ളതല്ല, സമയം നമുക്ക് തീരുമാനിക്കാം എന്ന രീതിയിലാണ്. അതിന് ചില ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികളുണ്ട്. അറ്റ് വാട്ട് ടൈം ദേ ബിഗിൻ അല്ലെ, ഏത് സമയത്ത് ആരംഭിക്കണം, എപ്പോഴത് അവസാനിപ്പിക്കണം, ഓരോ ദിവസവും ജോബ് ആ ജോലി എപ്പോ അവസാനിപ്പിക്കണം എന്ന രീതിയിൽ ചെറിയ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പോയാൽ പോലും ഇപ്പൊ ചിലവരൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടിയില് IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പൊ പകല ഒരു എന്ത് ചെയ്യുന്നു? ഇപ്പൊ പകല അവർ വീട്ടിലാണെങ്കിൽ അവർ ചിലപ്പോൾ നൈറ്റ് ടൈം ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി ഫ്രീ ആവാൻ പറ്റുന്നത്. ആ ഒരു ഷിഫ്റ്റിംഗ് ടൈം അവർ ചൂസ് ചെയ്യും. അവർക്ക് ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ജോലി ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന രീതി ഉണ്ടാവാം. അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ഫ്രീ ആണ്, അപ്പൊ എനിക്ക് ആ സമയം മുതൽ ഈ സമയം വരെ കൃത്യമായിട്ട് ആ ജോലികൾ ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ അവർക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും? ആ അവേഴ്സ് സെലക്ട് ചെയ്യാനും ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നു. അതാണ് അവിടുത്തെ മോട്ടിവേഷന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മുടെ ആ ഒരു രണ്ട് ടൈപ്പ് മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാം അല്ലെ. ഫിനാൻഷ്യൽ ആയിട്ട് ഉള്ളതാവാം, നോൺ ഫിനാൻഷ്യൽ ആവാം. അപ്പൊ അതിനൊക്കെ എക്സാമ്പിളുകളാണ് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോവാം. എംപ്ലോയി മൊറൈൽ. എന്താണ് ഒരു എംപ്ലോയിയുടെ മൊറൈൽ എന്ന് പറയുന്നത്? മൊറൈൽ കേട്ടിട്ടുണ്ടോ? മനോവീര്യം അല്ലെ, എംപ്ലോയീസിന്റെ മനോവീര്യം. ഇപ്പൊ ഇവിടെ മനോവീര്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഒരേ മീൻസ് എ ഫീലിംഗ് ഓഫ് enthusiasm, zeal, confidence in individuals or groups that they will be able to handle the task
അലോട്ടഡ് ടു ദം, അതെ, ഒരു കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനോവീര്യം അല്ലെ, അതിന് ചിലപ്പോൾ എന്താണ് അവരെന്താണ് ഫീൽ ചെയ്യുന്നത്, അങ്ങനെ ഒരു മനോവീര്യമുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അതിപ്പോ ഒരു ഇൻഡിവിജ്വലിനാവാം അല്ലെ, ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആളിലുള്ള ആളുകൾ, ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാവാം, ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ ഒരു ടാസ്ക് കൊടുക്കുമ്പോ അല്ലെ, ഒരു ജോലി നമ്മൾ കൊടുക്കുമ്പോ അത് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, അനുവദിച്ചു കൊടുക്കുന്ന സമയത്ത് അത് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെയായിരിക്കണം, അവര് ഫീലിംഗ് ഓഫ് enthusiasm, വളരെ ഉത്സാഹത്തോടു കൂടി അല്ലെ, അല്ലെങ്കിൽ വളരെ ആവേശത്തോടു കൂടി, സീൽ എന്ന് പറയുന്നത് വളരെ തീഷ്ണതയോടുകൂടി, കോൺഫിഡൻസ് അല്ലെ, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും അത് ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ മുറയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ എംപ്ലോയിക്കും ഈ ഒരു ക്വാളിറ്റി വേണ്ടേ? എന്നാൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നതിലല്ല ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നം അല്ലെ, കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കില്ല അല്ലെ, ആളുകളുടെ മുൻപിൽ എങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ജോലിയും ഏറ്റെടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന രീതിയിൽ ഒരുപാട് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. എപ്പോഴും നല്ലൊരു എംപ്ലോയിയുടെ ഒരു ക്വാളിറ്റി കൂടിയാണ് ഇതെന്ന് പറയുന്നത്. എംപ്ലോയീസിന്റെ മുറയിൽ എന്ന് പറയുന്നത് അവരുടെ മനോവീര്യമാണ്. ഒരു ജോലി അവർക്ക് കൊടുത്താൽ, ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു ജോലി കൊടുക്കുമ്പോ, ഒരു ടാസ്ക് അനുവദിച്ചു കൊടുക്കുമ്പോ അത് എത്രത്തോളം ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ഫീലിംഗ്, സ്വന്തമായിട്ട് അവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവണം. എങ്ങനെയുള്ള ഒരു ഫീലിംഗ്? വളരെ ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ആവേശത്തോടെ എനിക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വളരെ തീഷ്ണതയോടുകൂടി, സീൽ എന്ന് പറഞ്ഞാൽ തീഷ്ണത കേട്ടോ, വളരെ തീഷ്ണതയോടുകൂടി എനിക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ആ ഓരോ എംപ്ലോയീസിനും ഫീൽ ചെയ്യണം അല്ലെ, അവർക്ക് അത് അനുഭവപ്പെടണം. അതിനെയാണ് എംപ്ലോയിയുടെ മുറയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? ഓക്കെ ആണല്ലോ? Then morale is a mental condition or attitude of individual and groups that determine their readiness to cooperate. അല്ലെ, ഇപ്പൊ നമുക്കറിയാം ഈ ഒരു മൊറൽ അല്ലെങ്കിൽ ഒരു മനോവീര്യം എന്ന് പറയുന്നത് ഒരു മെന്റൽ കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു മനോഭാവമാണ് അല്ലെ. ഓരോ വ്യക്തിക്കും വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ ഇത്, അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ കണ്ടീഷൻ അല്ലേ, അല്ലെ, നമ്മുടെ മാനസിക, നമ്മുടെ കോൺഫിഡൻസ് ലെവല് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ കണ്ടീഷനിൽ നിന്ന് വരുന്നത് അല്ലെ. ഓരോരുത്തർക്കും വ്യത്യസ്തമാവാം അല്ലെ, ഒരുപോലെ നമുക്ക് കിട്ടില്ലല്ലോ സാധനം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മെന്റൽ കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനോഭാവമാവാം, ഓഫ് ഇൻഡിവിജ്വൽ ആവാം, ഒരു ഇൻഡിവിജ്വലിനെ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് അനുഭവപ്പെടുന്ന ഒരു മെന്റൽ കണ്ടീഷനോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു മനോഭാവമോമാണ് മൊറൽ അല്ലെങ്കിൽ മനോവീര്യം എന്ന് പറയുന്നത്. ദാറ്റ് ഡിറ്റർമൈൻ their readiness to cooperate. അതായത് ഇപ്പൊ ഒരു ജോലി ചെയ്യാൻ കൊടുക്കാണ്, അതിനോട് സഹകരിക്കാനുള്ള ആ ഒരു റെഡിനെസ് അല്ലെങ്കിൽ സഹകരിക്കാനുള്ള ആ ഒരു താല്പര്യം അല്ലെ, അപ്പൊ അതിനുള്ളൊരു സന്നദ്ധത, ആ ഒരു സന്നദ്ധതയാണ്. ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്, ഇപ്പൊ ഒരു നല്ല കോൺഫിഡൻസ് ഉള്ള ഒരാളല്ല, അവർക്ക് ആ ഒരു ജോലി ചെയ്യാനായിട്ട് ഒരു ജോലി കൊടുക്കുന്നു, നല്ല കോൺഫിഡൻസ് ഒന്നും അവർക്ക് അതിൽ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ജോലി ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുമോ? നിങ്ങൾക്കൊരു ജോലി തരാണ്, നിങ്ങൾക്ക് അതിന്റെ വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ആ ജോലി ചെയ്യാനായിട്ട് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ജോലി ഏറ്റെടുക്കോ? ഇല്ല അല്ലെ, ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? ഒരു നല്ല മനോവീര്യമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ജോലി കൊടുത്താലും അവരെന്ത് ചെയ്യും? അതിന് തയ്യാറാവും അല്ലെ. അത് ആ ജോലിയോട് സഹകരിക്കാൻ അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനായിട്ട് അവര് സന്നദ്ധരാകും. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു എംപ്ലോയിയുടെ മൊറൽ അല്ലെങ്കിൽ മനോവീര്യം അനുസരിച്ചാണ് അവിടെ അവരുടെ സന്നദ്ധത ഇരിക്കുന്നത്. മനസ്സിലായോ? Then good morale is evidenced by employee enthusiasm, voluntary conformance with regulations and orders, and a readiness to cooperate with others to accomplish of an organization objective. ഇനി എന്താ പറയുന്നത്? ഒരു നല്ലൊരു മൊറൽ അല്ലെങ്കിൽ നല്ലൊരു മനോവീര്യം എന്ന് പറയുന്നത്
പറയുന്നത് എന്തിന്റെ തെളിവാണ്? ആ എംപ്ലോയിക്ക് നല്ല രീതിയിലുള്ള എന്തൂസിയാസം ഉണ്ട്, നല്ലൊരു ഉത്സാഹം അല്ലെങ്കിൽ ആവേശം ആ ജോലിയോടുണ്ട് എന്ന് മനസ്സിലാക്കാലോ അല്ലെ. ആ വോളണ്ടറി കൺഫോമൻസ് എന്ന് പറഞ്ഞാൽ സ്വമേധയാ അല്ലെ, അവര് സ്വമേധയാ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പാലിക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നവർക്കൊരു തോന്നലുണ്ട് അല്ലെ. ഒരാളുടെയും സഹായമില്ലാതെ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ ഒരു തോന്നലുണ്ടെങ്കിൽ അല്ലെ നമ്മൾ ആ ഒരു ജോലി ഏറ്റെടുക്കുന്നത് അല്ലെ. മറ്റൊരാളുടെ ഡിപ്പെൻഡൻസിലാണ് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമുക്ക് സ്വയം ചെയ്യാൻ, സ്വമേധയാ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത അല്ലെ. ആൻഡ് വിത്ത് റെഗുലേഷൻസ് ആൻഡ് ഓർഡേഴ്സ് എന്താ, പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉത്തരവുകളും ഒക്കെ ഉണ്ടാവും അല്ലെ. എന്നാൽ പോലും റെഡിനെസ് ടു കോപ്പറേറ്റ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ താല്പര്യം. ടു അക്കംപ്ലിഷ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, ആ ഒരു ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ സ്വയമായിട്ട് എന്ത് ചെയ്യുന്നു, വളരെ ഉത്സാഹത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആവേശത്തോടു കൂടി അതുപോലെ സ്വമേധയാ എല്ലാ കാര്യങ്ങളും കൃത്യമായ നിയന്ത്രണങ്ങളും ഓർഡറുകളും ഉത്തരവുകളും പാലിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് റെഡിനെസ് ടു കോപ്പറേറ്റ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി നല്ല രീതിയിൽ സഹകരിക്കാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ഇതെല്ലാം ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുടെ നല്ലൊരു മനോവീര്യത്തെ കാണിക്കുന്ന സൂചനകൾ അല്ലെങ്കിൽ എവിഡൻസുകളാണ്. മനസ്സിലായോ എന്താണ് എംപ്ലോയീസിന്റെ മുറയിൽ എന്ന് പറയുന്നത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. ഇതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. അടുത്തതാണ് ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാറായി. എംപ്ലോയി ഗ്രീവിയൻസ്. എന്താണ് എംപ്ലോയി ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാല്? ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല. ഗ്രീവിയൻസ് പരാതികൾ. വെരി ഗുഡ്, പരാതികൾ അല്ലെ. അപ്പൊ ഇവിടെ എംപ്ലോയിയുടെ പരാതികളാണ് അല്ലെ. അവരുടെ ജീവനക്കാർക്ക് ഇപ്പൊ നമ്മളൊരു ജോലി സ്ഥലത്ത് നിൽക്കുമ്പോ നമുക്ക് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പല പരാതികൾ ഉണ്ടാവില്ലേ അല്ലെ. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരങ്ങനെയുള്ള പലതരത്തിലുള്ള ഫെസിലിറ്റീസ് തരുന്നില്ല എന്നുള്ള പരാതിയായിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ജീവനക്കാരൻ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്നുള്ള പരാതിയായിരിക്കാം, അല്ലെങ്കിൽ മതിയായ ബേസിക് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്കില്ല എന്നുള്ള പരാതിയായിരിക്കാം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതാണ് എംപ്ലോയി ഗ്രീവിയൻസ് എന്ന് പറയുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരുടെ പരാതികൾ അല്ലെ. പരാതി നോക്കിയേ, എ കംപ്ലയിന്റ് ദാറ്റ് അഫക്ട്സ് വൺ ഓർ more workers constitute a grievance. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് പോയിന്റ് എന്താണ് ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത്? ഒരു വ്യക്തിയെ ചിലപ്പോ ബാധിക്കുന്ന ഒരു കംപ്ലൈന്റ് മാത്രമായിരിക്കില്ല, അല്ലെങ്കിലോ ഒന്നോ അതിൽ കൂടുതലോ ജീവനക്കാരെ ബാധിക്കുന്ന രീതിയിലുള്ള പരാതികളെയാണ് നമ്മൾ ഗ്രീവിയൻസ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ വർക്ക് ചെയ്യുന്നു, നമുക്ക് മാത്രം ഒരു അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ മാത്രം ബാധിക്കുന്ന ഒന്നാണെങ്കിൽ അത് ഒരു ഗ്രീവിയൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. നമ്മളെ മാത്രമല്ലേ ബാധിക്കുന്നുള്ളൂ, നമുക്ക് മാത്രമേ അത് ഫീൽ ചെയ്യുന്നുള്ളൂ എങ്കിൽ അതൊരു ഗ്രീവിയൻസ് അല്ല. മറിച്ച് നമുക്കും നമ്മുടെ കൂടെയുള്ള മറ്റുള്ള ആളുകൾക്കും അതേപോലെയുള്ള അവരെയും കൂടി ബാധിക്കുന്ന രീതിയിലൊരു കംപ്ലൈന്റ് ആണുള്ളതെങ്കിൽ അത് എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഗ്രീവിയൻസിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? എന്താണ് ഒരു ഗ്രീവിയൻസ് എന്നുള്ളത്? ഒന്നോ അതിൽ കൂടുതലോ ആളുകളെ അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ വർക്കേഴ്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള കംപ്ലൈന്റുകളെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ, കാര്യങ്ങള് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മളെ മാത്രം ബാധിക്കുന്നതാണ് അല്ലെ. അതൊരു ഗ്രീവിയൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് നമ്മുടെ കൂടെയുള്ള മറ്റു വർക്കേഴ്സിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് ആണെങ്കിൽ അത് ഗ്രീവിയൻസ് ആണ്. മനസ്സിലായല്ലോ എന്താണ് ഒരു ഗ്രീവിയൻസ്? ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? എന്നാ മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ,
A complaint becomes a grievance when this discontent, which is mostly associated with work, is brought to the notice of the management. ഇനി എന്താണ് ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ നമ്മളൊരു കംപ്ലൈന്റ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, അതൊരു ഗ്രീവിയൻസ് ആവണമെങ്കിൽ discontent എന്ന് വെച്ചാൽ എന്താ, ആ ഒരു ജോലിയോടുള്ള അല്ലെങ്കിൽ മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് വർക്ക് അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പല അതൃപ്തികൾ ഉണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള ഡിസ്കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതൃപ്തി ഉണ്ടാവാന്നാണ് കേട്ടോ. അപ്പൊ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പല അതൃപ്തികളും വരുമ്പോഴാണ് അവിടെ കംപ്ലൈന്റ്സ് വരുന്നത് അല്ലെ. നമ്മൾ തൃപ്തിയാണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കംപ്ലൈന്റ് വരും? വരില്ല അല്ലെ. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമുക്ക് അവിടുത്തെ എംപ്ലോയർ എല്ലാ രീതിയിലുമുള്ള ഫെസിലിറ്റി തരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കംപ്ലൈന്റ്സിന്റെ ആവശ്യമില്ല അല്ലെ. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും അതൃപ്തികൾ തോന്നുമ്പോ അവിടെ അതൊരു കംപ്ലൈന്റ് ആയി മാറുകയും അത് ആരിലേക്ക് നോട്ടീസ് ചെയ്യാൻ കൊടുക്കണം, അത് മാനേജ്മെന്റിലേക്ക് ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ ഒരു വലിയ പരാതി എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നൽകുകയും ചെയ്യുന്നു. ആൻഡ് എ ഗ്രീവിയൻസ് ഈസ് എ റിട്ടൺ കംപ്ലൈന്റ്. ഇപ്പൊ നമ്മളെ ചെയ്തിട്ട് ഗ്രീവിയൻസ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ കംപ്ലൈന്റ് ആണ്. നമ്മൾ രേഖാമൂലം എഴുതി തയ്യാറാക്കി രേഖാമൂലം സമർപ്പിച്ചിട്ടുള്ള ഒരു പരാതിയാണ്. filed by an employee and claiming unfair treatment. എന്ത് ചെയ്യുന്നു, ഇതാരാണ് ഫയൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതാരാണ് രേഖാമൂലം അത് സമർപ്പിക്കുന്നത്, അവിടുത്തെ ജീവനക്കാരാണ് അല്ലെ, എംപ്ലോയീസ് ആണ്. claiming unfair treatment. unfair treatment എന്ന് പറയുന്നത് അന്യായമായ പെരുമാറ്റത്തിനാവാം, അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട അതൃപ്തികൾ രേഖപ്പെടുത്തുന്നതാവാം, അങ്ങനെയുള്ള കാര്യങ്ങള് അവകാശപ്പെടുന്നത്. അപ്പൊ അവര് അവിടെ ക്ലെയിം ചെയ്യാണ്, അതായത് എനിക്ക് ഇന്ന ജോലി സ്ഥലത്ത് ഇന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് അവരെ അവകാശപ്പെടാണ്, അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. അതുപോലെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള നല്ല തരത്തിലുള്ള കാരണങ്ങൾ മൂലം എനിക്കിവിടെ നല്ല രീതിയിൽ എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ രേഖാമൂലം നമ്മൾ എഴുതി സമർപ്പിച്ചിട്ടുള്ള ഒരു കംപ്ലൈന്റിനെയാണ് റിട്ടൺ കംപ്ലൈന്റ് ആണ്. അതാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. അത് ആ ബന്ധപ്പെട്ട മാനേജ്മെന്റിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? എംപ്ലോയി ഗ്രീവിയൻസ് എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കോസസ് ഓഫ് ഗ്രീവിയൻസ്. ഈ ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികൾ ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും അല്ലെ. ആ കാരണങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് വർക്കേഴ്സ് ഗ്രീവിയൻസസ് ആണ്. എന്തൊക്കെയാണ് ഒരു വർക്കേഴ്സിന്റെ ഗ്രീവിയൻസ് അല്ലെങ്കിൽ അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ട എക്സാമ്പിളുകൾ? പല കാരണങ്ങൾ ഉണ്ടാവും. ഫസ്റ്റ് വൺ ആണ് റിഗാർഡിംഗ് വേജസ്. എന്താണ് റിഗാർഡിംഗ് വേജസ് എന്ന് പറയുമ്പോ അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട് അല്ലെ, അവരോട് പറയാണ് നിങ്ങൾ ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ടിങ് സാലറി തരാം എന്ന് പറഞ്ഞ് അവര് ജോലിക്ക് എടുത്തിട്ട് ശരിയായ രീതിയിൽ ചിലപ്പോ സാലറി അവർക്ക് ഈ ശമ്പളം അല്ലെങ്കിൽ വേതനം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാവാം അല്ലെ. അങ്ങനെ കിട്ടാത്തതാവുമ്പോ അവര് ഓൾറെഡി അവർക്ക് എന്താണ്, അതൊരു പ്രശ്നമല്ലേ? ഒരാളുടെ പ്രശ്നമാണോ? അല്ല, അവിടെയുള്ള ജീവനക്കാരുടെ ഒന്നോ അതിലധികമോ ആളുകളുടെ പ്രശ്നമായതുകൊണ്ട് അതൊരു പരാതിയായി അവിടെ നമ്മൾ സമർപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? രണ്ടാമത് റിഗാർഡിംഗ് സൂപ്പർവിഷൻ. എന്താ? മേൽനോട്ടവുമായി ബന്ധപ്പെട്ടത് അല്ലെ. അവിടെ മേൽനോട്ടം, ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ നമുക്കൊരു സൂപ്പർവിഷൻ തന്നാൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇല്ലേ? നല്ല രീതിയിൽ എല്ലാ കാര്യവും നമ്മുടെ മേൽനോട്ടം വഹിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്നാൽ നമുക്കത് നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. എന്നാൽ അവിടെയുള്ള എംപ്ലോയീസ് നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആരാണോ അവര് ശരിയായ രീതിയിൽ മേൽനോട്ടം വഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് അപ്പൊ ആരായിരിക്കും? വർക്ക് നടന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് ആരായിരിക്കും? അവിടുത്തെ എംപ്ലോയീസ് അല്ലേ കേൾക്കേണ്ടി വരിക? സൂപ്പർവൈസർ ആണോ കേൾക്കേണ്ടി വരിക? അല്ല, എപ്പോഴും നമ്മുടെ എംപ്ലോയീസിനാണ്, ഏറ്റവും താഴെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുക അല്ലെ. അതെന്തുകൊണ്ടാണ് കേൾക്കുന്നത്? ഇവർക്കാണ് അറിയാവുന്നത് നന്നായി സൂപ്പർവൈസ് ചെയ്യാനായിട്ടുള്ള ആളുകളെ നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നില്ല. ഇവർ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോ നന്നായിട്ട് ഉത്തരങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുമൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള ഗ്രീവിയൻസിൽ പരാതികൾ കൊടുക്കാം. മനസ്സിലായോ? സെക്കൻഡ് വൺ ക്ലിയർ ആണോ? ഓക്കെ.
തേർഡ് വൺ ആണ് റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, വ്യക്തിഗത പുരോഗതിയെ സംബന്ധിച്ച്. ഇപ്പൊ അവർക്ക് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള പുരോഗതി സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ശരിയായ രീതിയിലുള്ള ചിലപ്പോൾ ട്രെയിനിങ് കാര്യങ്ങൾ തരുന്നുണ്ടാവില്ല. ശരിയായ രീതിയിൽ പല പല കാര്യങ്ങളും അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് എത്ര ടാസ്ക് കിട്ടിയാലും അവർക്കത് മികച്ചതായിട്ട് ചെയ്യാനായിട്ടുള്ള അറിവും സ്കില്ലും ചിലപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. എല്ലാ സ്ഥാപനങ്ങളിലും നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും പരിശീലനം കാര്യങ്ങളും ഒക്കെ എഡ്യൂക്കേഷൻസും ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലുള്ള ആളുകൾക്കും കിട്ടണം. എന്നാൽ മാത്രമല്ലേ അവർക്ക് അതിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അവർ ഓരോ ഇൻഡിവിജ്വലിന്റെയും വ്യക്തിഗത പുരോഗതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടാതെ വരുമ്പോൾ അത് അവർക്ക് പരാതിപ്പെടാനുള്ളൊരു അവസരമുണ്ട്. ക്ലിയർ ആയോ? തേർഡ് വൺ മനസ്സിലായോ? ഓക്കെ. ഫോർത്ത് വൺ ആണ് ജനറൽ വർക്കിംഗ് കണ്ടീഷൻ. നമുക്ക് പൊതുവായ ഒരു ജോലി സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ശരിയായ രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റികൾ നമുക്കില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മറ്റെന്തെങ്കിലും ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പൊതുവായിട്ടുള്ള ആ ഒരു വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ബേസിക്കലി അടിസ്ഥാനപരമായിട്ടുള്ള നമുക്ക് വേണ്ട സൗകര്യങ്ങൾ കാര്യങ്ങള് അതൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാല് അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരാതിയായിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ്. ക്ലിയർ അല്ലേ? ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. എന്താണ്? കൂട്ടമായിട്ടുള്ള ഒരു വിലപേശൽ. ബാർഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വിലപേശുക. ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെങ്കിൽ കൂട്ടമായ വിലപേശൽ എന്ന് ഉദ്ദേശിക്കുമ്പോ എന്തായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലായിരുന്ന എന്തായിരിക്കും ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് എന്നത് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഒരു ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ബാർഗെയിനിങ്സോ കാര്യങ്ങളോ ഒക്കെ നടക്കാറുണ്ടോ? കേട്ടിട്ടുണ്ടോ? സാലറിയുമായി ബന്ധപ്പെട്ടാവാം അല്ലെ. എന്താണ്? റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച വേജസുമായി സംബന്ധിച്ച, ദെൻ സൂപ്പർവിഷനുമായി സംബന്ധിച്ച അല്ലെങ്കിൽ ബന്ധപ്പെട്ട എന്നുള്ള മീനിങ്. അതെ, അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള വിലപേശലുകൾ നടത്താം അല്ലെ. അപ്പൊ അതൊരു എംപ്ലോയിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം എന്നില്ല, അവരുടെ കൂടെയുള്ള മറ്റു വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയാണെന്ന് പറഞ്ഞത്. അപ്പൊ പലതരത്തിലുള്ള രീതിയിലുള്ള ബാർഗെയിനിങ് നടത്താം അല്ലെ. ഇപ്പൊ നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന രീതിയിലുള്ള ജോലി നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളെ ഉടനടി ഇവിടെ എന്ത് ചെയ്യും, പറഞ്ഞു വിടും എന്ന രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്താനും സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് മേലുദ്യോഗസ്ഥര് ഇവരോട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് കൃത്യമായിട്ട് ഒരാൾക്കല്ല മറ്റുള്ള പലർക്കും ഇതൊരു അനുഭവമായാൽ അവർക്ക് എന്ത് ചെയ്യാം, അത് മാനേജ്മെന്റിനോട് പരാതിപ്പെടാം. മനസ്സിലായോ കളക്റ്റീവ് ബാർഗെയിനിങ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? ക്ലിയർ അല്ലേ? ഓക്കെ. The grievance redressal machinery works effectively. It satisfactorily resolves most of the disputes between labor and management. ഇങ്ങനെ ഒരു grievance redressal machinery, അതായത് പരാതി പരിഹാര സംവിധാനം ഓരോ സ്ഥാപനത്തിലും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാര്യക്ഷമമായി ഈ ഒരു പരാതി പരിഹാര സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് സാറ്റിസ്ഫാക്ടറിലി റിസോൾവ് ചെയ്യും അല്ലെ. സംതൃപ്തിയോടുകൂടി പല കാര്യങ്ങളും, അതായത് അവിടുത്തെ ലേബേഴ്സ്, അവിടെയുള്ള തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന തർക്കങ്ങൾ അല്ലെ, പലതരത്തിലുള്ള തർക്കങ്ങളും നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും അല്ലെ. ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കംപ്ലൈന്റ്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിലും ആ വർക്കേഴ്സിനെ നേരിട്ട് അവരോട് തുറന്നു പറയാനും അതൊരു പരിഹാരം കണ്ടെത്താനുമുള്ള ഒരു മാർഗം കൂടിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അവിടുത്തെ തൊഴിലാളികളും അവിടുത്തെ മാനേജ്മെന്റും തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഇതിലൂടെ സോൾവ് ചെയ്ത് മാറ്റാനും സാധിക്കുന്നു. കിട്ടിയോ? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓക്കെ ആണല്ലോ. ഇന്ന് പഠിപ്പിച്ച ഇത്രയും ഭാഗം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്.
മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഷീനറി എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ? ഈ ചാപ്റ്ററിന്റെയോ കീബോർഡിനായിട്ട് മിസ് പഠിപ്പിച്ച ഭാഗമൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ നോട്ട് ചെയ്ത് വെക്കാനായിട്ട്. ഇല്ലേ, നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടില്ലേ മിസ്? മിസ് പഠിപ്പിച്ചപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നോട്ട് ചെയ്ത് വെക്കാനായിട്ട്. ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഭാഗങ്ങളൊക്കെ തന്നെ നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ തരുന്ന ഭാഗങ്ങള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതിയേ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. മിസ് ഒരു മിനിറ്റ് നോട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റിംഗ് കേട്ടോ. ഓക്കെ, കേട്ടിട്ടുണ്ടോ? എന്താണ് ഒരു മാർക്കറ്റിംഗ്? കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചവർക്ക് അറിയാൻ പറ്റും അല്ലെ മാർക്കറ്റിംഗ് എന്താന്നുള്ളത്? കേട്ടിട്ടുണ്ടോ? മാർക്കറ്റിംഗിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് ഒരു മാർക്കറ്റിംഗ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞേ. എന്താണ് ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? എന്തായിരിക്കാം? ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ശരിയാണ്. ബൈങ് ആൻഡ് സെല്ലിങ്. ശരി, ഇതെല്ലാം ശരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ കൂടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ഓരോ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഓരോ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് തേർഡ് മോഡ്യൂൾ ആണോ? അതെ, തേർഡ് മോഡ്യൂളിലല്ലേ? തേർഡ് മോഡ്യൂളിലല്ലേ 9th ചാപ്റ്റർ? ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ
നമ്മളിവിടെ രണ്ട് ആളുകളാണ് ഒരു മാർക്കറ്റിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് ആളുകളുണ്ട്. ആരൊക്കെയാണ് അറിയോ? അത് ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ ആരായിരിക്കും? ബയ്യർ ആൻഡ് സെല്ലർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതെ, പ്രൊഡ്യൂസർ ആൻഡ് ദി കൺസ്യൂമർ എന്ന് പറയാം അല്ലെ. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോ ആരാണ് പ്രൊഡ്യൂസർ? ആരാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്? പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആരാ? അവരെന്താ ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ, ഒരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കുന്നു അല്ലെ, ഡെവലപ്പ് ചെയ്യുന്നു. അതെ, മാനുഫാക്ചർ ആണ് അല്ലെ, ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇനി കൺസ്യൂമർ ആരാണ്? ആരാണ് അത് കൺസ്യൂമർ എന്ന് പറയുന്നത്? ഒരു കൺസ്യൂമർ എന്ന് പറയുമ്പോ ആരാത്? അതെ, അത് വാങ്ങുന്ന ആളാണ് അല്ലെ. അത് വാങ്ങുന്ന വ്യക്തിയെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഈ രണ്ട് കൂട്ടരുമാണ് പ്രധാനമായിട്ടും ഏതൊരു ബിസിനസിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവരാണ് നമ്മൾ ആ ഒരു ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വ്യക്തി ഒരു സാധനം ഉണ്ടാക്കുന്നു, മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് അതിനെ വാങ്ങും അല്ലെ. എന്നാൽ മാത്രമല്ലേ അവിടെ ആ ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നടക്കുള്ളൂ. അപ്പൊ അവിടെ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ രണ്ട് ആളുകളാണ് വരുന്നത്, രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് വരുന്നത്. എപ്പോഴും ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് മിസ് പറയാണ്. ഒന്ന്, ഒരു പ്രൊഡ്യൂസർ അല്ലെ. ഒരു പ്രൊഡ്യൂസർ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഇപ്പൊ നമ്മളൊരു പ്രൊഡ്യൂസർ ആണെന്ന് വിചാരിക്കാം. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകും. അപ്പൊ നമ്മൾ ആരായി? ഒരു പ്രൊഡ്യൂസർ അല്ലേ. അല്ലെ, നമ്മളൊരു സാധനം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ വെച്ച കാര്യമുണ്ടോ? നമ്മുടെ കയ്യിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവിടെ വെച്ചിരുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അത് ആരിലേക്ക് എത്തണം? കൺസ്യൂമറിലേക്ക് എത്തണം അല്ലെ. അപ്പൊ ആ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഒരു സാധനം ഉണ്ടാക്കി, ആ പ്രൊഡക്റ്റ് നമ്മുടെ കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ലേ ഇതിനിടയില് അല്ലെ. ആ ഒരു പ്രൊഡ്യൂസർ ഒരു സാധനം പ്രൊഡക്ഷൻ ചെയ്യുന്നത് മുതൽ അല്ലെ, ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് മുതൽ അത് ആ കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലെ. ഈ ആക്ടിവിറ്റിയെ എല്ലാത്തിനെയും മൊത്തത്തിൽ നമുക്ക് വിളിക്കാവുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ വിൽപ്പന മാത്രമല്ല, അതിനുള്ളിൽ ഒരുപാട് പ്രോസസ് അല്ലെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നത് മുതൽ അത് കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? മാർക്കറ്റിംഗ് എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ മാർക്കറ്റിംഗിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിംഗ് എന്ന കാര്യങ്ങളിനെ കുറിച്ച് ആദ്യമായിട്ട് കിടക്കാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് 3 ഡെഫിനിഷൻസ് ആണ് തന്നിരിക്കുന്നത്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന 3 ഡെഫിനിഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഫസ്റ്റ് വൺ ആയിട്ട് നോക്കട്ടോ കേട്ടോ. It is a performance of business activities that manage the flow of goods and services from the producer to the consumer or user. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ അല്ലെ. It is a performance of business activities. ഇതെന്താ? ഒരു ബിസിനസ് ആക്ടിവിറ്റിയുടെ ഒരു പ്രകടനമാണ് അല്ലെ. ഒരുപാട് ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? That manage the flow of goods and services from the producer to the consumer or user. ഇവിടെ സാധനങ്ങളും സേവനങ്ങളും അല്ലെ. ഇപ്പൊ മാർക്കറ്റിംഗ് നമ്മളിപ്പോ ഏതിനുമായി ബന്ധപ്പെട്ട കോഴ്സുമായി ബന്ധപ്പെട്ട പഠിക്കുന്നത്? ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോ അവിടെ ഒരു പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു സർവീസ് ആണോ കൊടുക്കുന്നത്? അവര് ഒരു പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ? സർവീസ് ആണ് അല്ലെ. അവരൊരു സർവീസ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ സാധനങ്ങളും അതുപോലെ സേവനങ്ങളും
രണ്ട് വിഭാഗവും ഉൾപ്പെടുന്നതാണ് മാർക്കറ്റിംഗ് അല്ലെ. ഇപ്പൊ രണ്ട് വിഭാഗം, അത് ഗുഡ്സ് ആവാം, ഇതില്ലെങ്കിൽ സാധനങ്ങളാവാം, അല്ലെങ്കിൽ സേവനങ്ങളാവാം. ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും അതിന്റെ ഒഴുക്ക് എവിടെ നിന്ന് എവിടേക്കായിരിക്കും അതിന്റെ ഒഴുക്ക്? പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് അല്ലെ, അത് നിർമ്മാതാവിൽ നിന്ന് ഉപഭോക്താവിലേക്കായിരിക്കും അതിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ഒഴുക്കിനെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയെ, ഗുഡ്സ് ആൻഡ് സർവീസുകളുടെ ആ ഒരു ഫ്ലോയെ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ബിസിനസ് പ്രവർത്തനങ്ങളെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഡെഫിനിഷൻ മനസ്സിലായോ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എപ്പോഴും നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസുകള്, സാധനങ്ങളും സേവനങ്ങളുടെയും ഒഴുക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്കായിരിക്കും അല്ലെ. ആ പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്കുള്ള ഈ പറയുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആ ഒരു ഒഴുക്കിനെ മാനേജ് ചെയ്യുന്ന എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങളുടെയും പ്രകടനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. Then second one ആണ്, it is the development and systematic distribution of goods and services for selected consumer segment. ഇനി എന്താ പറയുന്നത്? It is the development and systematic distribution of goods and services. ഇവിടെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, വികസിപ്പിക്കുന്നുണ്ട്. ആരാണ് അത് ഉണ്ടാക്കുന്ന ആള്? ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തി ആരാ? പ്രൊഡ്യൂസർ ആണ് അല്ലെ, നിർമ്മാതാവ്. അവരാണ് ആ ഒരു ഉൽപ്പന്നം വികസിപ്പിക്കുന്നത്. അപ്പൊ അതൊരു സർവീസ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതവിടെ വികസിപ്പിക്കണം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം. സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ, അതവിടെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതെന്ത് ചെയ്യണം? വ്യവസ്ഥാപിതമായി അതെന്ത് ചെയ്യണം? വിതരണം ചെയ്യണം അല്ലെ. ആരിലേക്കാണ് വിതരണം ചെയ്യേണ്ടത്? കൺസ്യൂമറിലേക്ക് അല്ലെ. ആ ഗുഡ്സ് ആൻഡ് സർവീസുകള് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എന്താണ്? വികസിപ്പിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? വ്യവസ്ഥാപിതമായി അത് വിതരണം ചെയ്യുന്നുണ്ട്. ഫോർ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്, ആരിലേക്കാണ് അത് വിതരണം ചെയ്യുന്നത്? സെലക്ടഡ് ആയിട്ടുള്ള, നമ്മൾ തിരഞ്ഞെടുത്ത ഉപഭോക്തൃ വിഭാഗത്തിലേക്ക് അല്ലെ. ഇപ്പൊ നമ്മുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടാർഗറ്റ് കൺസ്യൂമേഴ്സ് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഒരു ഗ്രൂപ്പിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരെ മുന്നിൽ കണ്ടല്ലേ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക ആണോ? ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് ആരെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും. ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ഓരോ വ്യക്തികളെയും, അതായത് ഇപ്പൊ ഒരു ലേഡീസിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ഇത്ര ഏജ്, ഇപ്പൊ ടോയ്സ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഒരു ടോയ് ഇപ്പൊ ഒരു ആ ടോയിൽ എഴുതിയിട്ടുണ്ടാവും ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവില്ലേ? ഉണ്ടോ? അതുപോലെ നമ്മുടെ ഇത്ര പ്രായമായവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതല്ലെങ്കിൽ ലേഡീസിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് ഓരോന്നും നമ്മൾ തിരഞ്ഞെടുത്ത ആ ഉപഭോക്തൃ വിഭാഗമാണ് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ആ പർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. അവരാണ് അതിന്റെ ഉപഭോക്താക്കൾ, കൂടുതൽ അത് ഉപയോഗിക്കാൻ വരുന്ന വിഭാഗം അല്ലെങ്കിൽ ആ ഒരു സാധനം വാങ്ങാൻ വരുന്ന വിഭാഗം ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആ തിരഞ്ഞെടുത്ത ഉപഭോക്തൃ വിഭാഗത്തിന് വേണ്ടി ഗുഡ്സ് ആൻഡ് സർവീസുകൾ, സാധനങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്നു. അത് വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ രണ്ടാമത്തെ ഡെഫിനിഷൻ? ക്ലിയർ ആണോ? രണ്ട് ഡെഫിനിഷൻസും കിട്ടിയോ മാർക്കറ്റിംഗിന്റെ? ഓക്കെ ആണോ? ഈ കൊമേഴ്സിൽ നേച്ചറായിട്ടവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, അല്ലാത്തവർക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയാൽ മതി. മനസ്സിലായോ? എന്താണ് ആ രണ്ട് ഡെഫിനിഷനും? എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് വണ്ണിലേക്ക് പോകട്ടെ മിസ്. ഓക്കെ. Then third one ആണ് മാർക്കറ്റിംഗ്
is the functional management by an organization of its exchange relation with its various markets. ഇനി എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ മാനേജ്മെന്റ് ആണ്. അവിടുത്തെ പ്രവർത്തനം എന്തിന്റെ പ്രവർത്തനമാണ്? ആ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ്. എന്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് മാനേജ്മെന്റ്? ഓഫ് ഇറ്റ്സ് എക്സ്ചേഞ്ച് റിലേഷൻ. എന്താണ് എക്സ്ചേഞ്ച് റിലേഷൻ? വിനിമയ ബന്ധം അല്ലെ? എന്തുമായിട്ടുള്ള വിനിമയ ബന്ധമാണ്? വിത്ത് ഇറ്റ്സ് വേരിയസ് മാർക്കറ്റ്. പല മാർക്കറ്റുകളിൽ പലതരത്തിലുള്ള വിപണികളുമായിട്ടുള്ള വിനിമയ ബന്ധത്തിന്റെ അല്ലെ ആ ഒരു വിനിമയം നടക്കുന്നില്ലേ? എപ്പോഴും ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ പല മാർക്കറ്റിലും അല്ലെങ്കിൽ പല വിപണികളുമായിട്ട് നല്ലൊരു ബന്ധം വേണം അല്ലെ? ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണോ നമ്മൾ വിൽപ്പന നടത്തുക? അല്ല അല്ലെ? പല മാർക്കറ്റിൽ പലതരത്തിലുള്ള വിപണികളില് നമ്മൾ ഈ സാധനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വിതരണം ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നില്ലേ അല്ലെ? വിനിമയ ബന്ധം അവിടെ നമ്മൾ സ്ഥാപിക്കുന്നു. അപ്പൊ ഇവിടെ ആ ഒരു സ്ഥാപനത്തിന്റെ എക്സ്ചേഞ്ച് റിലേഷൻ വിപണന ബന്ധം അല്ലെങ്കിൽ വിനിമയ ബന്ധം എന്തുമായിട്ടുള്ളതാണ്? പലതരം വിപണികളുമായിട്ടുള്ള ആ വിനിമയ ബന്ധത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ഒരു മാനേജ്മെന്റ് ആണ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡെഫിനിഷൻ ഇത്രയാണ് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ മാനേജ് ചെയ്യുന്നു. എന്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെയാണ് മാനേജ് ചെയ്യുന്നത്? പലതരം വിപണികളുമായിട്ടുള്ള ആ സ്ഥാപനത്തിന്റെ വിനിമയ ബന്ധവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെ മാനേജ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വേഗം ആ 3 ഡെഫിനിഷൻസ് ഒന്ന് വേഗം ഒന്ന് നോക്കി. ക്ലിയർ ആണോ എന്ന്? ഓക്കെ ആണല്ലോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യേ. ഓക്കെ, താങ്ക് യു.